എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് പുഞ്ചിരി, ചിരിക്കുക എന്ന ഒരു മഹത്തരമായ ഒരു ഔഷധത്തെക്കുറിച്ചാണ്. നമ്മുടെ ജീവിതത്തിൽ എല്ലാവിധ അസുഖങ്ങൾക്കും അല്ലെങ്കിൽ എല്ലാവിധ സ്ട്രെസ്സിനുമുള്ളൊരു പ്രധാനപ്പെട്ട ഒരു പരിഹാരമാണ് പുഞ്ചിരിക്കുക എന്നുള്ളത്. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ ചിരിക്കാൻ പറ്റുന്നത് നമ്മൾ സ്ട്രെസ് ഇല്ലാതിരിക്കുമ്പോഴും അതല്ലെന്നുണ്ടെങ്കിൽ ഫാമിലിയിൽ നമ്മൾ പ്രോബ്ലങ്ങളൊന്നും ഇല്ലാതിരിക്കുന്ന സമയത്തുമായിരിക്കും. പക്ഷേ നമ്മൾ പ്രോബ്ലങ്ങളും മറ്റു കാര്യങ്ങളും ഫേസ് ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് ചിരിക്കാൻ പറ്റിയാലാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കുറേ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റുന്നത്. അപ്പം അതിന് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? അപ്പം അത് ആ ഒരു സമയത്ത് നമ്മൾക്ക് ചിരിക്കാനും ഒരു റിലാക്സേഷനും കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ല മൂമെൻറ്റ് നമ്മൾ വാച്ച് ചെയ്യണം. നമ്മൾ സ്ട്രെസ്സായിട്ടിരിക്കുന്ന സമയത്ത് നമ്മൾ നല്ല നിഷ്കളങ്കമായി ചിരിക്കുന്നൊരു കുഞ്ഞിൻ്റെ മുഖമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിലോ നമ്മൾ ആ ഉള്ളിലെ സ്ട്രെസ് പതുക്കെ അലിഞ്ഞ് പതുക്കെ നമ്മളിൽ പുഞ്ചിരി വരാനായിട്ട് തുടങ്ങും. ഇതേ സമയത്ത് നമ്മൾ സ്ട്രെസ്സായിട്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഭയങ്കര ദേഷ്യവും അസ്വസ്ഥമായിട്ടുള്ള ഒരു ഇതാണ് കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിലോ നമ്മുടെ ആ സ്ട്രെസ് ഇരട്ടിയാകാനായിരിക്കും സാധ്യത. ഇതുപോലെ നമ്മൾ സ്ട്രെസ്സായിട്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഭയങ്കര പൊല്യൂട്ടഡായിട്ടുള്ള ഭയങ്കര ആ ഒരു എന്താ പറയുക ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇരിക്കുന്നതെങ്കിലോ നമ്മുടെ സ്ട്രെസ് ഡബിൾ അപ്പ് ആവും. പക്ഷെ അതേ സമയത്ത് നമ്മൾ പ്ലസൻ്റ് ആയിട്ടുള്ള നല്ല ബ്യൂട്ടിഫുൾ പ്രകൃതിയുടെ ഭംഗിയൊക്കെ കണ്ട് നമുക്ക് സന്തോഷം തരുന്ന ഒരു അറ്റ്മോസ്ഫിയറിലൊക്കെ നമ്മൾ മാറിയാലോ നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഉള്ളിൽ ആ ഒരു ദേഷ്യവും എല്ലാം അലിഞ്ഞു തീരുന്നത് കാണാൻ പറ്റും. പക്ഷെ ഇത് പെട്ടെന്ന് പോസിബിൾ അല്ല. പക്ഷെ ഇത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് മാറാനായിട്ട് ആ സമയത്ത് ആ നിമിഷം ഒന്ന് മാറി നിൽക്കാൻ ശ്രമിക്കണം. പുഞ്ചിരിക്കുക എന്നുള്ളൊരു ഏറ്റവും വലിയൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മൊമെൻ്റ് ആണ്. ചിരി യോഗ പോലും ഉണ്ട്. ചിരിക്കുന്നതിലൂടെ ഭയങ്കര യോഗയിലൊക്കെ ചിരിക്കുന്ന ഒരു ഇതുണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ചിരിക്കാനായിട്ട് ശ്രമിക്കണം. അപ്പോൾ അതിനുവേണ്ടി നല്ല കോമഡി ആയിട്ടുള്ള മൂവീസൊക്കെ വാച്ച് ചെയ്യുക. അതോടൊപ്പം തന്നെ എന്താ പറയുക നല്ല ഫ്രണ്ട്സുമായിട്ടൊക്കെ നല്ല ഫ്രണ്ട്ലി ആയിട്ട് ഇൻട്രാക്ട് ചെയ്യുക, ഫാമിലി ആയിട്ട് ഇൻട്രാക്ട് ചെയ്യുക. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഹാപ്പിനെസ്സിൻ്റെ അളവ് കൂട്ടാനായിട്ട് ശ്രമിക്കണം. നമുക്ക് എല്ലാവർക്കും 24 മണിക്കൂറാണ് നമ്മുടെ കയ്യിലുള്ളത്. അതിൽ നമ്മൾ എത്ര മണിക്കൂർ നമ്മൾ ചിരിക്കുന്നുണ്ട്, സന്തോഷിച്ചിരിക്കുന്നുണ്ട്? നമ്മളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടോ? എല്ലാവരും ഹാപ്പിനെസ് ആയിട്ട് ചിരിക്കുന്നവരാണ് അല്ലേ? എന്തെങ്കിലും തരത്തിൽ ചിരിക്കുന്നവരായിരിക്കും. ചിലർ 1 മണിക്കൂറായിരിക്കും ഒരു ദിവസം ചിരിക്കുന്നത്, ചിലർ 2 മണിക്കൂർ, ചിലർ 3 മണിക്കൂർ, ചിലർക്ക് 5 മണിക്കൂർ 10 മണിക്കൂറൊക്കെ ഹാപ്പി ആയിട്ടിരിക്കുന്നവർ കാണും. ചിലർക്ക് അരമണിക്കൂർ പോലും ഇല്ലാത്തവരും കാണും. അപ്പം നമ്മൾ തന്നെ നമ്മുടെ ലൈഫിനെ നമ്മൾ മാറ്റണം. നമ്മൾക്ക് ഇപ്പോൾ എത്ര സമയം നമ്മൾ ഹാപ്പിനെസ് ആയിട്ടിരിക്കുന്നു അതിൻ്റെ